നമസ്കാരം. ഈ കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അത് ജനങ്ങളെ പറ്റിക്കുന്ന കാര്യത്തിലാവരുത്. സേലിംഗ് കമന്ററി ആരംഭിക്കുന്നു. എത്രയോ നാളായിട്ടാണ് നമ്മൾ ഈ NH കണക്ടിവിറ്റി തുറമുഖത്തു നിന്ന് പോർട്ടിലോട്ട് വരുന്നത് മാത്രമല്ല, ഈ NHന്റെ പ്രയോജനം ലഭിക്കണമെങ്കിൽ ഇത് തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്യണം. ആ കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ കാര്യമായ യാതൊരു പുരോഗതിയും ഇല്ലാതെ ഇപ്പോഴും കുപ്പിക്കഴുത്തിലോട്ട് തമിഴ്നാട് ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെന്താണ് സംഭവിക്കുന്നതെന്ന് നാട്ടുകാർക്ക് നല്ലവണ്ണം അറിയാം. വേറെ എവിടെയും ഇല്ലാത്ത ദുരിതമാണ്. പിന്നെ അവർക്ക് വളഞ്ഞു ചുറ്റി ഗ്രാമ റോഡുകളിൽ കൂടെയാണ് പിന്നെ പോയി ഇപ്പോഴത്തെ NHലോട്ട് എത്തിച്ചേരേണ്ടത്. നിരവധി തവണ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തുടരുമ്പോൾ നമുക്ക് പ്രതിഷേധിക്കാമെന്നല്ലാതെ അതിനപ്പുറമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ജനങ്ങളെ പോക്കറ്റ് അടിക്കുന്ന ഒരു തീരുമാനം വരുമ്പോൾ അത് ചോദ്യം ചെയ്തേ പറ്റൂ. ഇവിടെ ഗേറ്റ് തുറക്കുന്ന സാഹചര്യത്തിൽ ഒന്നാം തരം കൊയ്ത്താണെന്ന് മനസ്സിലായി. ആ കൊയ്ത്ത് എത്രയും നേരത്തെ എടുക്കണം. എത്രയും നേരത്തെ ഏതാണ്? 1/8 ഈ തുടങ്ങിക്കഴിഞ്ഞു, കൊയ്ത്ത് തുടങ്ങിക്കഴിഞ്ഞു. 1/8 മുതൽ തന്നെ കൊയ്ത്ത് തുടങ്ങിയ വിവരം മാധ്യമങ്ങൾ വഴി ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. The public are hereby informed that the user fee for the use of the section from chain kilometer, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, 0000 to chain kilometer 43000 Kazhakkottam to Kerala Tamil Nadu border of NH66 shall be revised with effect 1/8/26 at 00 hours. അർദ്ധരാത്രി മുതൽ, ഒട്ടും വിട്ടുവീഴ്ച ചെയ്യേണ്ട, അർദ്ധരാത്രി മുതൽ തുടങ്ങി 00 hours at തിരുവല്ലം ടോൾ പ്ലാസ, തിരുവനന്തപുരം ഡിസ്ട്രിക്ട് for the financial year 26-27 in the state of Kerala at the following rates. കണ്ടെയ്നർ ട്രക്കുകൾ വരുന്നപ്പോൾ അവരെ പരമാവധി പിഴിയണമല്ലോ. അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലയോ? ഇപ്പോൾ U-ടേൺ എടുത്തൊക്കെയാണ് 20 ഫീറ്റും 40 ഫീറ്റ് കണ്ടെയ്നറും ഒക്കെ U-ടേൺ എടുത്ത് അപകടമുണ്ടാക്കി ആളുകളെ കൊന്നാലും ഞങ്ങൾക്ക് യൂസർ ഫീ തരണം. യൂസർ ഫീ എഴുതി വെച്ചിട്ടുണ്ട്. 3 axle commercial vehicle, heavy vehicles 4 to 6 axles, oversized vehicles 7 or more axles എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വാഹനങ്ങളാണ്. ഏറ്റവും വലിയ വാഹനങ്ങൾ വരുമ്പോൾ അതിൻ്റെ നിരക്ക് 880 മുതൽ 1605. ഇത്രയും വലിയ തുകയാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഈ തുക കൊടുക്കുന്നതിന് ആനുപാതികമായിട്ടുള്ള സൗകര്യങ്ങൾ എത്രയോ കാലമായി ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ നിങ്ങൾ നൽകാത്തത് എന്താണ്? ഈ തമിഴ്നാടും കേരളവും എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ 2 അധികാര കേന്ദ്രങ്ങളാണെന്ന് പറയാം. പക്ഷേ NHAക്ക് എന്താണ്? NHAക്ക് രണ്ടും ഒരുപോലെയല്ലേ? ഇത് കാരോട് കൊണ്ട് നിർത്തിയിട്ട് എത്ര കാലമായി? അത് തമിഴ്നാട്ടിലോട്ട് കണക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അത് അങ്ങനെ കണക്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ടോൾ വാങ്ങുന്നത് നീതീകരിക്കപ്പെടുമോ? കോടതിയിൽ പോയി ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലേ? ഇത് ജനങ്ങളെ കബളിപ്പിക്കലല്ലേ? ഈ കണ്ടെയ്നർ എടുത്തുകൊണ്ട് തമിഴ്നാട്ടിലോട്ട് പോകേണ്ട കണ്ടെയ്നർ എടുത്ത്, അത് വേറെ കഥ പിന്നാലെ വരുന്നുണ്ട്. തമിഴ്നാട്ടിലോട്ട് പോകേണ്ട കണ്ടെയ്നർ എങ്ങനെയാണ് പോവുക? കാരോട് പോയിട്ട് എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് എങ്ങനെയാണ് ഈ കണ്ടെയ്നർ പോകുന്നത്? അതിനെക്കുറിച്ച് NHAക്ക് ഉത്തരമില്ലേ? ഇത് ജനങ്ങളല്ലേ പരമാധികാരികൾ, ജനങ്ങളോട് ഉത്തരം പറയണ്ടേ? ഇതിന് ബന്ധപ്പെട്ട മന്ത്രിമാര്, MLA മാര്, MP മാര് നിങ്ങളോട് ചോദിക്കില്ല, അത് ഞങ്ങൾക്കറിയാം. അവരുടെ വിഷയങ്ങൾ വേറെ പലതുമാണ്. ജനങ്ങളുടെ വിഷയം ഇത്തരം വേദികളിൽ മാത്രമേ ചർച്ച ചെയ്യുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കണക്ടിവിറ്റി ഇല്ലാത്ത ഒരു റോഡിൽ ഇത്രയും ഭീമമായ ടോൾ ഏർപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെ ടോൾ ഏർപ്പെടുത്തുന്നത് നിയമപരമായി ചോദ്യം ചെയ്യണ്ടേ? ഇത്തരം വിഷയങ്ങൾ പൊതുജനങ്ങൾ ചർച്ച ചെയ്ത് ബന്ധപ്പെട്ടവരെ അറിയിക്കണം. അതിന് തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു വിധത്തിൽ വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കിയൊക്കെ കേരളത്തിലോട്ട് പോകാൻ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടം വഴി NH വഴി പോകുന്നതിൻ്റെ ഒരു സംവിധാനം താൽക്കാലികമായിട്ടുണ്ടെങ്കിലും നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ തമിഴ്നാട്ടിലോട്ട് പോകാൻ പോർട്ടിൽ നിന്ന് വരുന്ന കണ്ടെയ്നറുകൾ എങ്ങനെ പോകുമെന്നുള്ളതിന് ആ ഭാഗത്തുള്ള ഒരു വിവരം 2 പ്രേക്ഷകർ, 2 സേലിംഗ് കമന്ററിയുടെ പ്രേക്ഷകർ 2 വീഡിയോയും ഫോട്ടോസും അയച്ചു തന്നിട്ടുണ്ട്. തികഞ്ഞ അവഗണനയാണ്. ഒരാൾ പോലും ഇത് ചോദിക്കാനില്ല എന്നുള്ള ഒരു ഗതികെട്ട നാടായി
ഈ കേരളം, പ്രത്യേകിച്ച് തിരുവനന്തപുരം മാറിയിരിക്കുകയാണ്. അവിടെ കണക്ടിവിറ്റിയുടെ റോഡിൻ്റെ അവസ്ഥ ചിത്രസഹിതമാണ്, തെളിവ് സഹിതം. അവിടെ സ്ഥിരം യാത്രക്കാരനായ ശ്രീ ജോഡി അദ്ദേഹത്തിൻ്റെ അനുഭവം അതും കൂടി പറഞ്ഞു നിർത്തുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഇത് നമ്മുടെ തമിഴ്നാട്ടിലോട്ട് പോകുന്ന റോഡാണ്. അപ്പോൾ അവിടെ ഈ വർക്ക് പണി നടന്നിട്ട് ഇപ്പോൾ ഏകദേശം 3 മാസമായി. 3 മാസം കഴിഞ്ഞിട്ട് 3 മാസം ഉള്ളായി. അത് പിന്നെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഈ പണിയും കറക്റ്റായിട്ട് തീർക്കായിരുന്നു. പക്ഷെ ഇവിടെ എഴുതിയിട്ടുണ്ട് അതൊരു വർക്ക് ഇൻ പ്രോഗ്രസ്. അത് മാത്രം ലെറ്ററിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ 3 മാസമായിട്ട് ഒന്നും അത് ആയിട്ടില്ല. ഇതും കൂടി കറക്റ്റായിട്ട് ചെയ്തിരുന്നാൽ ഇതിലേയും കൂടി തമിഴ്നാട്ടിലോട്ട് സുഖമായിട്ട് പോകുമായിരുന്നു വണ്ടി. നമുക്ക് ഏറ്റവും കൂടുതൽ കപ്പലുകൾ വരേണ്ടിയിരുന്ന ഒരു പോർട്ടാണ് ജബലലി പോർട്ട്. തുടക്കത്തിലൊക്കെ മിക്കവാറും കപ്പലുകൾ വരുമായിരുന്നു അവിടുന്ന്. പക്ഷെ ഇപ്പോൾ അവരുടെ പെർഫോമൻസ്, ഏറ്റവും ഒടുവിലുള്ള പെർഫോമൻസ് വരുമ്പോൾ അത് നമ്മളെയും ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് DP World's first half 2026 results show some of the impact on the UAE-based port group from disruption in the Strait of Hormuz. ആദ്യത്തെ ഘട്ടത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി ഹോർമോസ് യുദ്ധം കാരണം. പക്ഷേ രണ്ടാമത്തെ ഘട്ടം ഭീകരമാണ്. ആസ് സെക്കൻഡ് ക്വാർട്ടർ വോളിയൂംസ് അറ്റ് ഇറ്റ്സ് ഫ്ലാഗ്ഷിപ്പ് ജബലലി terminals fell by 90.1% year on year. രണ്ടാം ക്വാർട്ടർ എന്ന് പറയാം, അവരുടെ ക്വാർട്ടർ മിക്കവാറും ഈ കലണ്ടർ ഇയറാണ്. നമ്മുടേത് ഏപ്രിൽ മുതൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ കലണ്ടർ ഇയറാണ്. ജനുവരി മുതൽ എടുക്കുമ്പോൾ രണ്ടാമത്തെ ക്വാർട്ടറിൽ 90.1% കുറവുണ്ടായിരിക്കുന്നു. എത്ര കപ്പലുകളാണ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എത്ര കപ്പലുകളാണ് അങ്ങോട്ട് പോകേണ്ടിയിരുന്നത്, മുഴുവൻ തകരാറിലായി. ദ പോർട്ട് ഹാൻഡിൽഡ് 3,74,000 TEU ഇൻ ദ സെക്കൻഡ് ക്വാർട്ടർ. ആകെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് 3,74,000 TEU ആണ്. അത് തന്നെ എങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് അറിയില്ല. 3 ലക്ഷം, ഒരു കപ്പലും പോകാതിരിക്കുമ്പോൾ അവിടെ കുടുങ്ങിക്കിടന്ന കപ്പലുകളിൽ നിന്ന് കൈമാറിയതായിരിക്കാം. 3,74,000 TEU ഇൻ ദ സെക്കൻഡ് ക്വാർട്ടർ compared to 3.8 million in the second quarter 2025. ഈ രണ്ടാം ഘട്ടത്തിന്റെ കഴിഞ്ഞ വർഷത്തെ രണ്ടാം പാദം 38 ലക്ഷം ഹാൻഡിൽ ചെയ്തു. 38 ലക്ഷം കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്ത സമയത്ത് ഈ വർഷം അവർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് 3,74,000 കണ്ടെയ്നർ. 10% പോലുമില്ല. 10% പോലുമില്ല. അതാണ് നേരത്തെ പറഞ്ഞ 90.1% കുറവുണ്ടായെന്ന് പറയുന്നതിന്റെ കൃത്യം കണക്കാണ് 3,74,000-ഉം 38 ലക്ഷവും. ഇത് തീർച്ചയായും നമ്മളെ ബാധിക്കുന്നതാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് ധാരാളം കാർഗോ ഇങ്ങോട്ട് വരികയും അങ്ങോട്ട് പോകേണ്ടതുമായ ഒരു സാഹചര്യം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് വളരെ ആശങ്ക ഉളവാക്കേണ്ട വിഷയമാണ്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഹോർമോസിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള സൂചനകൾ കാണുന്നുണ്ട്. അങ്ങനെ പരിഹരിക്കപ്പെടുമ്പോഴെങ്കിലും കണ്ടെയ്നറുകളുടെ മൂവ്മെന്റ്സ് പുനരാരംഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഒരു ദിവസം കഴിയുമ്പോൾ നാളെ ഗേറ്റ് തുറക്കുകയാണല്ലോ. പക്ഷേ ഗവൺമെന്റിന്റെ 100 ഡേയ്സ് പ്രോഗ്രാമിൽ ഇപ്പോഴും 50% പുരോഗതി മാത്രമേ കാണുന്നുള്ളൂ. ഗേറ്റ് തുറക്കുന്ന വിഷയത്തിൽ, എല്ലാ വിഷയവും ഞാൻ നോക്കില്ല, ഗേറ്റ് തുറക്കുന്ന വിഷയത്തിൽ ഇപ്പോഴും 50% പുരോഗതിയെ കാണുന്നുള്ളൂ. അത് സത്യമാണെന്ന് ചില ട്രാക്കിങ്ങുകൾ, എല്ലാ കണ്ടെയ്നറുകളും ഇപ്പോഴും ഇതിനകത്തുകൂടി പോകാൻ, നമ്മുടെ പോർട്ട് വഴി പോകാനുള്ള സംവിധാനമായിട്ടില്ല. കപ്പലുകളുണ്ട്, കപ്പലുകൾ വരുന്നു എങ്കിൽ പോലും ആ കണ്ടെയ്നറുകൾ ഇപ്പോഴും പ്രവേശിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. വിശദമായ റിപ്പോർട്ടുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നൽകാം. അതുകൂടി ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം, ആ പ്രശ്നം കൂടി പരിഹരിക്കണം എന്ന് സെയിലിംഗ് കമന്ററി അഭ്യർത്ഥിക്കുന്നു.